ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി അവിടുന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും പങ്ക്തികളിലൂടെ പരിശുദ്ധ നോമ്പിനെ പറ്റി നാം വിചിന്തനം ചെയ്യുകയായിരുന്നു. വിശദമായി പറയാനുള്ളത് കൊണ്ട് ചെറിയ ചെറിയ എപ്പിസോഡുകളിലൂടെ സൂചിപ്പിക്കുന്നതാണ് നോമ്പിനെ പറ്റിയുള്ളത്. ഇനി പല കാര്യങ്ങളും പ്രിയ ദൈവമക്കളെ സംസാരിക്കുവാനുണ്ട്. പരിശുദ്ധ നോമ്പെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ജീവിതത്തെ ഒന്ന് ശാന്തതപ്പെടുത്തുവാൻ, ഒന്ന് മയപ്പെടുത്തുവാനുള്ള അവസരമാണ്. നാം വ്യഗ്രചിത്തരായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നിനും സമയമില്ല. ഓടി നാം എവിടെയാണ് എത്തുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. എത്ര ഓടിയാലും ഒരു പ്രയോജനമില്ലാത്തൊരവസ്ഥ മനുഷ്യജീവിതത്തിൽ സംജാതമാവുകയാണ്. വചനം പറയുന്നത്, നീ അടങ്ങുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. 36-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാം ദൈവസന്നിധിയിൽ അടങ്ങിയിരിക്കുക. മറിയം, ലാസറിൻ്റെ സഹോദരി മറിയം അവിടുത്തെ സന്നിധിയിൽ അടങ്ങിയിരുന്നു. നാം അടങ്ങിയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ എളുപ്പമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3:20 നമ്മൾ വായിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ്. കണ്ടാലും ഞാൻ നിൻ്റെ ഹൃദയവാതിലിൽ വന്ന് മുട്ടുന്നു, നീ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിൽ, നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. അപ്പോൾ ദൈവത്തിനായി വാതിൽ തുറക്കണമെങ്കിൽ കാത്തിരിക്കണം. 10 കന്യകമാരിൽ 5 പേർ, 10 പേരും കാത്തിരുന്നു. പക്ഷേ 5 പേർ വിവേകവതികളായി കാത്തിരുന്നു. വളരെ വിവേകത്തോടുകൂടി ലക്ഷ്യം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ നോമ്പ് സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, പിരിമുറുക്കമെല്ലാം ഒന്ന് അയയുന്നതായി, നമ്മുടെ നിരാശയും തകർച്ചയും തളർച്ചയും അകലുന്നതായും, ഒരു പ്രത്യേകമായ ചൈതന്യം നമ്മിലേക്ക് കടന്നു വരുന്നതായി, നാം ആവഹിക്കുന്നതായി നമുക്ക് തോന്നും. നമ്മെ സന്തോഷത്തിലേക്കും നമ്മുടെ ജീവിതം ധന്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരവസരമാണ്, അല്ലെങ്കിൽ സമയമാണ് പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനവുമില്ല. ദൈവത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും നിഷ്ഫലമാണ്. നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ 127-ാം സങ്കീർത്തനത്തിൽ, കർത്താവ് ഭവനം പണിയാതിരുന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം, കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് നമ്മെ പണിയണം, കർത്താവ് നമ്മെ ക്രമീകരിക്കും. തമ്പുരാന്റെ കരങ്ങളിൽ അവിടെ നമ്മളെ എടുക്കണമെങ്കിൽ നാം അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കും. അവിടുന്ന് നമ്മെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണി പോലെ നമ്മെ രൂപപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കും. രൂപപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന സഹനം, വേദന, അത് നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുകയാണ്. ഒരു സഹനം, പരിശുദ്ധ നോമ്പ് നമ്മെ ദൈവികമായ ആ സാന്നിധ്യത്തിലേക്ക് എത്തുകയാണ്. ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാനാണ് പരിശുദ്ധ നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക, ഒരല്പസമയമെങ്കിലും അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷമൻ അരുമനാഥാന് അരികിൽ ഞാൻ ശാന്തി നുകരട്ടെ, ഒരു നിമിഷമൻ അരുമനാഥാനിൻ അരികിൽ ഞാൻ ശാന്തി നുകരട്ടെ. ജോലിത്തിരക്കിനിടയിലാണേലും തിരുമുമ്പിൽ അല്പം നിൽക്കാനും
തിരുമുഖം നോക്കി അനുധ്യാനത്തിൽ ഞാൻ വളരാനും വരമിഞ്ഞരുളേണം. അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്നത്, ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് സംവത്സരങ്ങളിൽ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യമാണ്. നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ മറിയം ശ്രദ്ധിച്ചതുപോലെ നാം പരിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തോടു കൂടിയാണെന്നുള്ള ചിന്ത ആണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ദൈവത്തോടു കൂടിയുള്ളൊരു ബന്ധത്തിൽ സജീവമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധ നോമ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യാശയുള്ളവരാക്കി തീർക്കുകയാണ്. നിൻ്റെ കൂടെ ഞാനുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ക്ലേശങ്ങൾ, രോഗങ്ങൾ എന്നെ കേൾക്കുന്നവരെ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇനിമേൽ എൻ്റെ ദൈവത്തോടു കൂടി ആയിരിക്കണം. പൗലോസപ്പോസ്തലൻ പറയുന്നത്, എനിക്കിനിമേൽ ജീവിതം ക്രിസ്തുവത്രേ, ഇനി മരണം എനിക്കൊരു നേട്ടമത്രേ. ഞാൻ ജീവിക്കില്ലും ഞാൻ മരിക്കുകയിലും എൻ്റെ യേശുവിൻ ശാശ്വത ഭാഗ്യമത്രേ. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ നോമ്പ് നമ്മെ അതിന് സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.